പി ആർ ശിവശങ്കർ, ഇവിടെ നോക്കൂ, ഇവിടെ ബീഹാറിൽ SIR ഭാഗമായി വെട്ടി മാറ്റപ്പെട്ടവർ, ഒരു പൗരന് സ്വാഭാവികമായും അവകാശമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വെട്ടിമാറ്റപ്പെട്ടതെന്നറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതിനാദ്യം എന്താണ്, അവരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരണം. പേര് വിവരങ്ങൾ പുറത്തേക്ക് വിടണം എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കേൾക്കുന്നില്ല. അത് ഒരു സ്വാഭാവിക നിയമലംഘനമാണ്. ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു. സുപ്രീം കോടതിയിലേക്ക് മരിച്ചു എന്ന് പറയുന്ന ആൾക്കാരെ അവിടെ ഹാജരാക്കേണ്ടി വരുന്നു. ഹാജരാക്കേണ്ടി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ലിസ്റ്റുകൾ പുറത്തേക്ക് വിടേണ്ടി വരുന്നു. എന്തൊരു ഗതികേടാണ്. രണ്ടാമത്തെ കാര്യം, ആധാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും ഏറെ പവിത്രമായ, എല്ലാവരും എടുക്കണം, അത് നമ്മുടെ പൗരത്വമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സാധനമാണ് എന്നൊക്കെ പറഞ്ഞ ആധാർ അവിടെ ഉണ്ടാക്കില്ല എന്ന് വാശി പിടിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞു ആധാർ കൂടി കണക്കാക്കിയേ മതിയാവുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നു. ഇന്ന് ഈ പറയുന്ന അന്തിമ തീയതി നീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ പോയി തിരുത്തുന്നു. ഈ പറയുന്ന വോട്ട് വരെ ചേർക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെയൊക്കെ ബാക്കിയാവുന്ന എന്താണ്, ECയുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ്. അങ്ങനെ ECയുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് യാത്രയ്ക്ക് ആൾ കൂടുന്നതും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നതും ചെറിയ കാര്യമാണോ ശ്രീ പി ആർ ശിവശങ്കർ? അല്ലല്ല, അത് വളരെ വളരെ വലിയ കാര്യമാണ്. ഞാൻ ആദ്യം ആലോചിച്ചത് ഞാൻ 24-ലാണോ അതെ ജയ്ഹിന്ദിലാണോ ഇരിക്കണമെന്നായിരുന്നു. ഞാൻ 2 പ്രാവശ്യം നോക്കി, 24 തന്നെയാണ്. അപ്പോൾ അത് പ്രശ്നമില്ല. 2, ഇത്തരം ഈ വോട്ട് ചോറ് ചർച്ചയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആരോപണം ഉന്നയിച്ചു. ഇപ്പോൾ നമുക്കറിയാം ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് സമയം കിട്ടിയിരുന്നത്. രാജുവിൻ്റെ പാർട്ടിക്ക് അവിടെ ഏതാണ്ട് 17,549 ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട്. ഇവർക്ക് ഒരാൾക്ക് എഴുന്നേറ്റ് നിന്ന് എനിക്ക് എതിരഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞ് കടലാസിൽ എന്തെങ്കിലും എഴുതി അങ്ങ് കൊടുക്കാറുന്നില്ലേ? റിജക്റ്റ് ചെയ്യൊക്കെ പിന്നത്തെ കാര്യം. അക്ഷരാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ അവിടുത്തെ ആൾക്കാർ, ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ, അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തോരം ആൾക്കാരുണ്ട്. ഒരാൾ ഒരു നീട്ടിപ്പിടിച്ചൊരു കത്തം കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ, എന്നിട്ട് ആ കത്തും കൊണ്ട് രാജു പി നായർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വക്താവ് ഹാഷ്മിക്കോ എന്തെങ്കിലും പറയാമായിരുന്നല്ലോ. അപ്പോൾ ഒരൊറ്റ ആരോപണവും ഇതുവരെ അവിടെ വന്നിട്ടില്ല. 65 ലക്ഷം വോട്ടർമാർ പോയതിൽ 10 പേർക്ക്, ഇപ്പോൾ ഇവിടെയൊക്കെ വോട്ടർ ലിസ്റ്റ് നോക്കിയിട്ടാണോ? ഇപ്പോൾ എൻ്റെ മദർ ലോൺ ഇവിടെ വോട്ടുണ്ടായിരുന്നില്ല. അത് വോട്ടർ സിസ്റ്റം നോക്കി ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ വോട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് ഹിയറിങ്ങിന് പോകും, ലെറ്റർ കൊടുക്കും, ഹിയറിങ്ങിന് വിളിപ്പിക്കും. ഹിയറിങ്ങിന് പോകുമ്പോൾ നടക്കാൻ വയ്യാത്തവരാണെങ്കിൽ വീഡിയോ കോൺഫറൻസിൽ വന്ന് കാര്യങ്ങൾ പറയും, വോട്ട് കിട്ടും. ഇതല്ലേ രീതി. കേരളത്തിൽ ഇങ്ങനെ ആവുന്നില്ലേ? ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഹാഷ്മിക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കാം. വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വോട്ട് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമായിട്ടുണ്ടാവില്ല. മറ്റേ കോളേജ് ഇലക്ഷനിലൊക്കെ അല്ലേ തിന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളികളായ കാരശ്ശേരി മാഷക്കെങ്കിലും അതെങ്കിലൊക്കെ ഒന്ന് തിരുത്താൻ ശ്രമിക്കണമായിരുന്നു. താങ്കൾ അങ്ങനെ വ്യക്തിപരമായി പരിഹസിക്കുന്നത് കോൺഗ്രസിന്റെ വക്താവ് ഹാഷ്മിക്ക് ഇതൊന്നും പരിചയമില്ല. താങ്കൾ എന്നെ വ്യക്തിപരമായി എത്രമാത്രം അധിക്ഷേപിച്ചാലും അപഹസിച്ചാലും താങ്കളുടെ സ്വതവേയുള്ള ശൈലിയാണ്, താങ്കൾ തുടർന്നോളൂ. പക്ഷേ SIRൽ പുറത്താക്കപ്പെട്ടവരുടെ പേരുകൾ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്ന ഹർജിക്കാർക്ക് ECക്ക് മറുപടിയില്ല. അത് ചോദിക്കുമ്പോൾ താങ്കൾ എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് മറുപടിയാവോ? അതിനുള്ള മറുപടി അങ്ങനെ അറിയാമെങ്കിൽ പറയൂ. ഇപ്പം സാറേ, മറുപടിയില്ലായ്മയിൽ നിന്നാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നിലവാരം താഴ്ന്ന പ്രസ്താവനകളും പുറത്തേക്ക് വരുന്നത്. ഞാൻ വോട്ട് ചെയ്തിട്ടില്ലെന്നും എനിക്കൊന്നും അറിയില്ലെന്നും താങ്കൾ അങ്ങ് അനുമാനിക്കുകയാണോ? കയ്യ് ശിവശങ്കരെ, അതൊക്കെ കയ്യ്. ഞാൻ കയ്യിലോ പോക്കറ്റിലോ എവിടെയെങ്കിലുമൊക്കെ കയറ്റി വെക്ക്. ഇങ്ങോട്ട് ഇറക്കണ്ടെന്നാ പറഞ്ഞേ. അല്ല, ഞാൻ പറഞ്ഞു ഹാഷ്മിക്ക് വോട്ടിനെ പറ്റി അറിയില്ല, ഹാഷ്മിക്ക് ഒന്നും അറിയില്ല, ഹാഷ്മി കോൺഗ്രസിന്റെ വക്താവാണ്. ആ പരിഹാസമൊക്കെ മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. വിഷയത്തിലൊന്നും സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കും പ്ലീസ്. മടക്കി പോക്കറ്റ് എനിക്ക് സൗകര്യമില്ല. എന്ത് ചെയ്യും? അല്ല പറഞ്ഞോ എന്നാ മറ്റവരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല ഞാൻ പറയാം. അല്ല ശിവശങ്കർ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ അധിക്ഷേപിക്കുക. ശിവശങ്കറെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ താങ്കൾ BJPയുടെ വക്താവാണ്. BJPക്ക് നാണക്കേടാണ്. താങ്കളുടെ നിലവാരത്തെ അയച്ചിറക്കിയാൽ BJPക്കാണ് നാണക്കേട്. താങ്കൾ ഇറക്കിക്കോളൂ, ഇറക്കിക്കോ. തനിക്ക് തെരഞ്ഞെടുപ്പ് വ്യക്തിയെ കുറിച്ച് അറിഞ്ഞെങ്കിൽ അത് പറയാൻ പറഞ്ഞത്. അത് രാജുവിന് അറിയാം, മറ്റുള്ളവർക്ക് അറിയാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മാസം കിട്ടിയല്ലോ അതിനെക്കുറിച്ച് പറയാത്ത? കോൺഗ്രസിന്റെ വക്താവ് ഹാഷ്മിക്കൊന്നും അറിയില്ല. പിന്നെ താനെന്ന് ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്തല്ലേ ഇവിടെ എറണാകുളത്ത് താനെന്നും അങ്ങെന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാ. ഞാൻ പറയുന്നത് മറുപടി ഇല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം പുറത്തേക്ക് വരും. അത് PR ശിവശങ്കർ നിലവാരത്താഴ്ച മാത്രമല്ല എക്സ്പോസ്ഡ് ആവുക. BJPക്കാണ് നാണക്കേട്. താങ്കൾക്ക് നാണക്കേട് സഹിക്കാമെങ്കിൽ പറഞ്ഞോളൂ, അധിക്ഷേപിച്ചോളൂ, 4 തെറിയും വിളിച്ചോ വേണമെങ്കിൽ ശിവശങ്കറെ.
പ്രിയപ്പെട്ട ഹാഷ്മി, ഞാൻ ഇവിടെ വളരെ മാന്യമായിട്ട് പറഞ്ഞപ്പോൾ താങ്കളാണ് എൻ്റെ ഉത്തരങ്ങൾക്കിടയിൽ കയറി സംസാരിക്കുന്നത്. ഒന്നും സംസാരിച്ചില്ല. താങ്കളുടെ സ്ഥിരം ഇടപാടാണ്. ഞാൻ ഒന്നും സംസാരിച്ചില്ല. താങ്കൾ എന്നെ ആദ്യഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, രണ്ടാം ഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു, മൂന്നാം ഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ച് കേട്ടോണ്ടിരിക്കണോ ഞാൻ താങ്കൾ പറയുന്നത്? അല്ലല്ലോ, കേട്ടോണ്ടിരിക്കണോ? എന്താണ് അധിക്ഷേപം? എന്താണ് അധിക്ഷേപം? ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് വക്താവ് എന്ന് താങ്കൾ അധിക്ഷേപിച്ചു. രണ്ടാമത്തെ കാര്യം ഇയാൾക്കൊന്നും അറിയാത്ത ആളാണ് എന്ന് പരിഹസിച്ചു. കേട്ടോണ്ടിരിക്കണോ? സൗകര്യമില്ല. ആണോന്നാ ചോദിച്ചത്. അല്ല, കോൺഗ്രസ് വക്താവ് എന്ന് പറഞ്ഞാൽ ഇത്ര അധിക്ഷേപമാണോ? താങ്കൾ SFIക്കാരനായിരിക്കാം, കോൺഗ്രസ് വക്താവ് എന്നുള്ള അധിക്ഷേപമാണോ? താങ്കൾ കോൺഗ്രസിന് പരസ്യമായിട്ടല്ലേ പിന്താങ്ങിച്ചത്? താങ്കളല്ലേ കോൺഗ്രസിന് ആ എതിർത്തം കേട്ടു നോക്ക്. ജനാധിപത്യത്തെ പിന്താങ്ങിയതാണ്. ജനാധിപത്യത്തെ പിന്താങ്ങിയതാണ്. ഇവിടെ ഒറ്റ മണ്ഡലത്തിൽ 1 ലക്ഷം കള്ള വോട്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ ഈസി ഉത്തരവില്ല, നാണം കെട്ട് നിൽക്കുക. എനിക്കും നാണക്കേടാ, താങ്കൾക്കും നാണക്കേടാ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നാണക്കേടാ. ആ തലകുറിച്ച് നിൽക്കൽ അത് പറയുന്നതാ. ഹാഷ്മി, ഇത്തരവ് ഇല്ലാതെ നാണം കെട്ടു നിൽക്കുന്നത് നിങ്ങളുടെ ആരോപണമല്ലേ? ഞാനതല്ലേ പറഞ്ഞു വരുന്നത്. ഞാൻ ECയുടെ വക്താവല്ല. പക്ഷേ എങ്കിലും ഞാൻ മാന്യമായി ECയുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ വരുമ്പോൾ അവരുടെ ആളുകളില്ലാണ്ട് താങ്കൾ എന്തിനാ വിളിച്ചു പറയുന്നത്? 1. 2, എന്നെ വിളിച്ചു പറഞ്ഞാൽ BJPയുടെ ഉത്തരം പറയുമ്പോൾ താങ്കൾ എന്തിനാ ഇടപെടുന്നത്? താങ്കൾക്ക് ഇത്ര അസഹിഷ്ണുത? താങ്കൾ തയ്യാറാവണ്ടേ? വിളിച്ചു വരുത്തിയത് ഇല്ല. താങ്കളെ വിളിച്ചത് BJPയുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാനാ. ഞാൻ താങ്കളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ PR? ഞാൻ താങ്കളെ വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ PR? ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ. ഇങ്ങോട്ട് ഈ പറഞ്ഞ നാലാംകട വർത്താനം പറഞ്ഞ് അങ്ങോട്ട് വരെ മിണ്ടാതിരിക്കണം. ഹാഷ്മി, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഹാഷ്മി, എന്നെ പറയാൻ അനുവദിച്ചാൽ ഞാൻ പറയാം. മര്യാദയ്ക്ക് പറയാൻ അനുവദിക്കും. അല്ല, എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ ഇടപെടും. മോശമായി ഹാഷ്മി, താങ്കൾക്ക് അവിടെ ഇരുന്ന് പറയുമ്പോൾ ജനറേഷൻ ലോസ് ഇല്ലാതെ ഓഡിയോ പോവും. അത് ജനങ്ങൾ കൂടുതൽ ശബ്ദത്തിൽ കേൾക്കും. ഞാനും കേൾക്കും. എനിക്ക് ഇൻട്രപ്ഷൻ ഉണ്ട്. താങ്കളുടെ ചെവിട്ടിലല്ല ഈ ഇത് വെച്ചേക്കുന്നത്. അത് കാരണം താങ്കൾക്ക് ഇൻട്രപ്ഷൻ ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ജനറേഷൻ ലോസോട് കൂടിയിട്ട് ഏത് ജനങ്ങളിലെത്തുള്ളൂ. അത് കാരണം എൻ്റെ വോയിസ് കുറവായിരിക്കും. എനിക്കിതൊക്കെ അറിയാം. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് താങ്കളുടെ വോയിസ് കൂട്ടിയിട്ട് ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കയറി ഇത്തരം ഇൻട്രപ്ഷൻ ഉണ്ടാക്കുന്നത് ശരിയല്ല. 1. 2, താങ്കളാണ് എൻ്റെ പാർട്ടിയുടെ നേതാവിനെ ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചത്. താങ്കൾ എന്നാ പറഞ്ഞത് 1 ലക്ഷം കള്ളവോട്ട് കിട്ടി, 1 ലക്ഷം വോട്ട്. രാഹുൽ ഗാന്ധിയാ പറഞ്ഞു, മറുപടി കൊടുക്കുക. എവിടെയാണ് കണക്ക്? ഞാനാണോ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയാ പറഞ്ഞു. ഞാൻ മറുപടി കൊടുക്കും. രാഹുലിന് മറുപടി കൊടു. അല്ലാതെ എന്നെ അധിക്ഷേപിച്ചൊരു കാര്യമുണ്ടോ? രാഹുൽ ഗാന്ധി പറയുകയാണ് വാരണാസിയിൽ നരേന്ദ്രമോദി ജയിപ്പിച്ച് തട്ടിപ്പിലൂടെയാണ്. അതിന് മറുപടി കൊടു PR ശിവശങ്കറെ. എന്നെ അധിക്ഷേപിച്ച കാര്യമുണ്ടോ? താങ്കൾ BJPയുടെ വക്താവാണെങ്കിൽ. ഹാഷ്മി, രാഹുലിനും മറുപടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ താങ്കൾ എന്തിനാണ് അത് മറുപടി? അത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം എന്നല്ലല്ലോ താങ്കൾ പറഞ്ഞത്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം പറഞ്ഞത്. കള്ളവോട്ട് മേടിച്ചപ്പോൾ ലോകം എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു തീരട്ടേടോ. അല്ല, താങ്കൾ ഇല്ലാത്ത കാര്യം പറഞ്ഞത് എന്തിനാണ്? താങ്കൾ വ്യാജമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞതെല്ലാം നടന്ന കാര്യമാണോ? ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്നാണ് ഞാൻ കാരശ്ശേരി മാഷിനോടും രാജു പി നായരോടും ചോദിക്കുന്നത്. നമുക്ക് ക്ലോസ് ചെയ്ത്. എനിക്ക് താല്പര്യമില്ല പറയാം. ഓക്കെ, ഇത്ര നമ്മൾ വ്യക്തിയധിക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല PR ശിവശങ്കർ. താങ്കൾ ഇറങ്ങിപ്പോയതിൽ താങ്കളുടെ ഇഷ്ടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.